2015 മിഡ് എൻഡിൽ ഇറക്കിയ മാക്ബുക്കാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 9 വർഷം 2023 പറയുമ്പോൾ 9 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു മാക്കിന് കേട്ടോ. ഈ ഒരു മാക്കിൽ നിങ്ങൾക്ക് 4K വീഡിയോസും പഴയ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ HD നിങ്ങൾ ചെയ്യുന്ന യൂട്യൂബിലെ വീഡിയോസും സുഖമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, അസാധ്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ലാഗ്. അപ്പോൾ ഈ ഒരു മാക്കിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആർ യു വാച്ചിങ് GeekBoZ TV. ഗൈസ്, നമ്മുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 2015 മിഡ് എൻഡിൽ ഇറക്കിയ ഒരു മോഡലാണ്. ഇതിൽ ഇന്റലിന്റെ Core i7 ആണ് ഇതിലെ പ്രോസസ്സർ. 16 GB റാം ആണ് ഇതിലിപ്പോൾ പവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു 256 GB SSDയും ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ഉണ്ട്. 1.5 GB ഓളം ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ രീതിയിലുള്ള നമ്മുടെ RTXന്റെ കാർഡോ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫോം സ്ട്രക്ചർ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അലൂമിനിയം ബോഡിയിലാണ് നമ്മുടെ ഈ മാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 9 വർഷമായിട്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത അതേ പീരീഡിലുള്ള അതേ പെർഫോമൻസ് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് മോൺട്രേ ആണ്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പോൾ റിലീസ് ചെയ്ത macOS മോൺട്രേ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എത്രമാത്രം പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്കൊരു മാക്ക് അപ്ഗ്രേഡ് ചെയ്യണോ, ഹയർ എൻഡ് ഒരു PC എടുക്കണോ എന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഇവിടെ റെഡിയാണ്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ 4Kയുടെ നമ്മുടെ ഫോൾഡർ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ 4K വീഡിയോ ആയിട്ട് ആദ്യം തന്നെ അവതാർ ദ വേ ഓഫ് വാട്ടർ, നമ്മുടെ പുതിയ IMAXൽ ഇപ്പോൾ ഇറങ്ങുന്ന മൂവി അല്ലേ, അതിൻ്റെ ടീസർ വീഡിയോ 4K ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഓവർ ലെയേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. 4K വീഡിയോ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ജസ്റ്റ് കാര്യം ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പം ഇത് അറൗണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ഒരു ഫുൾ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. ആ ലാഗോ വല്ലതും വരുന്നുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫുള്ളി വയർലെസ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ HD മോണിറ്ററാണ് കേട്ടോ. ഇതിപ്പം വയർലെസ്ലി നമ്മൾ സ്ക്രീൻ മിറർ ചെയ്തിരിക്കുകയാണ്, HDMI വഴിയല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ നല്ല രീതിയിലൊന്നും നിങ്ങൾക്ക് ഈ പിക്ചർ ക്വാളിറ്റിയിൽ പ്രതീക്ഷിക്കേണ്ട. 4K വീഡിയോയുടെ ഫുട്ടേജാണ് നമ്മളിതാ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ മോണിറ്ററിൽ നമുക്ക് മാക്കിൽ തന്നെ കാണാവുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തു, ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനെ എടുക്കുകയാണ്. ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഒന്ന് വേണ്ട, ഒരു ലാഗോ സ്റ്റക്കോ ഒന്നും നമുക്ക് എഡിറ്റിംഗ് ടൈമിന് ഇല്ല. കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ നമുക്കതാ ഡിറ്റാച്ച് ഓഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സത്യം പറഞ്ഞാൽ FCP വളരെ കംഫർട്ടബിൾ ആണെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. നമ്മളിതാ ഇതിന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒന്ന് വലുതാക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു ബീറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര നോയ്സ് വരും. അപ്പോൾ ഗൈസ്, ഇതിലിപ്പം ഞാനൊരു പാട്ടും ഇതൊക്കെ മ്യൂസിക് പോലെയൊക്കെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ റെൻഡർ ഔട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ FCPയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഓൾഡ് മാക്കാണ് ഇതെങ്കിൽ പോലും ഒരു ലാഗോ സ്റ്റക്കോ നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഇതിലുണ്ടാവാറില്ല. അത്രമാത്രം ഇതിപ്പോൾ ഈ ഒരു മോഡലിലുള്ളത് പോലെ അല്ല, ഇത് വയർലെസ്ലി കാണുകയാണ്. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ഈ മോഡൽ നോക്കുകയാണെങ്കിൽ അത്രമാത്രം ഈ ഫീൽ നമ്മൾ എന്താ പറയുക, കൺവീനിയൻറ്റും വളരെയധികം റെസ്പോൺസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു 9 വർഷത്തെ ലാപ്പാണെന്ന് എന്തായാലും ആരും പറയില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എക്സ്പോർട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇതിൽ എന്താ ഇവിടെ 4K എടുത്തു, എക്സ്പോർട്ട് ഫയൽ കൊടുക്കുകയാണ്. 4K ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റെസൊല്യൂഷൻ എത്ര എന്നുള്ളത്. അതിൽ 4K 30 FPS ആണ് വെച്ചിരിക്കുന്നത്. ഞാനിതിൽ വീഡിയോ എൻകോഡർ 4Kയുടെ തന്നെയാണ്. അതെ, 4K തന്നെയാണ്. ഫോർമാറ്റ് വീഡിയോ ഓഡിയോ ഓക്കെ ഫൈൻ. 2.33 GB ആണ് കാണിക്കുന്നത് കേട്ടോ. ഞാനതിൽ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നമ്മളിതാ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി റെൻഡർ ആകും. എന്നാൽ അഡോബ് പ്രീമിയർ പോലത്തെ എന്താ പറയുക സോഫ്റ്റ്വെയറിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും നിങ്ങൾ അവസാന സമയത്തായിരിക്കും അത് റെൻഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രിവ്യൂ നോക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ഹൈ എൻഡ് സ്പെക്ക് അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഗ് അവിടെ ഉണ്ടാവും. അത് പ്രിവ്യൂ വിൻഡോയിൽ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ എന്താ പറയുക മാക്കിൻ്റെ വിശേഷം. ഇപ്പോൾ ഒരു എന്താ പറയുക
എത്ര ടൈം ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. ഞാനൊരു 28 മിനിറ്റ് ഒരു ഓഡിയോയും വീഡിയോ എല്ലാം കൂടി 28 മിനിറ്റ്സിൻ്റെ ഒരു ഓൾ ടുഗദർ ക്ലിപ്പാണ് ഇതിലുള്ളത്. 4K ആണ്. അതേപോലെ തന്നെ 2.55 GB ആണ് ഇതിൽ വരുന്നത്. നമ്മളിതാ ഇപ്പോൾ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എറൗണ്ട് ഇപ്പോൾ ഒരു 2:15 നമ്മൾ കൊടുത്തത്. നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് തീർക്കാമെന്ന് നോക്കാം. ഈ മാക്കിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും കുറച്ച് ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീക്കും എലിഗൻറ്റും ആയിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. പിന്നെ പോർട്ടബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെവി വെയിറ്റ് സാധനമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു ഗെയിമിംഗ് ലാപ്പും അസൂസിൻ്റെ സ്ട്രിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് പോലെ വെച്ച് കമ്പയർ ചെയ്യേണ്ട വളരെ തിന്നായിട്ടുള്ള ഡിസൈനാണ്. ആവശ്യത്തിനുള്ള പോർട്സുകളെല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആപ്പിൾ ചെയ്തൊരു വലിയൊരു ബൂൺ തന്നെയാണ്. കാരണം പണ്ട് ഇതെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതും കട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഒരു റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കീ അഡ്വാൻറ്റേജ്. പിന്നെ ഒരു ലാഗോ സ്റ്റക്കോ എനിക്ക് ഇന്ന് വരെ ഇതിൽ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റി. പിന്നെ പ്രൈവസി പറയണ്ടല്ലോ. പ്രൈവസിക്കാണ് ഏറ്റവും കൂടുതൽ കാര്യം. ആപ്പിളുകാർ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടുതൽ ആൾക്കാരും നമ്മൾ മാക്ക് എടുക്കുന്നതും ആപ്പിൾ എടുക്കുന്ന ഐഫോൺസും എടുക്കുന്നതിൻ്റെ റീസൺ പ്രൈവസിയാണ്. പ്രൈവസിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഹാക്കും ആവത്തില്ല, കംപ്ലയിൻസും വരുന്നിട്ടില്ല. ഇത്രയും കാലം ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് എന്താ പറയുക റിപ്പയർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഫുൾ ടൈം ചിലപ്പോൾ നിൽക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കൺസർവേറ്റീവ് ആയിട്ട് വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലഗ് കണക്ട് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അഡാപ്റ്റർ യൂസ് ചെയ്യാതെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ബാറ്ററി ഡ്രെയിനായി മാക്ക് ഓഫ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കെയർഫുൾ ആയിരിക്കാം. അതർ ദാൻ ദാറ്റ് എവറിത്തിങ് ഈസ് പക്ക പെർഫെക്റ്റ്. 9 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എടുത്തപ്പോഴും ഇന്നെടുത്തപ്പോഴും ഇനി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ മാക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഈ ഒരു മാക്ക് 2015 തന്ന ഈ ഒരു ക്വാളിറ്റിയിൽ ആണ് അവർ ഇപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി മാക്ക് ആണ് എൻ്റെ ഗോ ടു സൊല്യൂഷൻ ഫോർ എഡിറ്റേഴ്സ് കേട്ടോ. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്കൊക്കെ കാർത്തിക് സൂര്യയൊക്കെ നിങ്ങൾക്കറിയാം. പുള്ളിക്കാരന് ഇതുപോലെ മാക്ക് കൊണ്ടുപോയി പലയിടത്തും യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വ്ളോഗേഴ്സ് ആയിട്ടുള്ളവരും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് വീഡിയോസ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫോർ എഡിറ്റിംഗ് മാക്കാണ്. ഗെയിം കളിക്കാനായിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഗെയിമേഴ്സ് പ്ലീസ് സ്റ്റേ അവേ. നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സോ ഗെയിമറോ അല്ല, ഐ മീൻ എഡിറ്ററോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഗെയിമേഴ്സിന് അസൂസ് ഓർ വിൻഡോസ് ബേസ്ഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 2:15 നമ്മൾ റെൻഡർ ഔട്ട് കൊടുത്തത്, റെൻഡറിങ്ങിന് കൊടുത്തത്. 2:18 ആയപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി റെൻഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 2 3 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ വന്നേക്കാം. ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ ഇടുന്ന ഫുട്ടേജസ് പോലെ ഇരിക്കും. എന്നാലും ഒരു വളരെ കുറച്ച് ടൈമിൽ റെൻഡർ ഔട്ട് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടുള്ള നേട്ടം എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചേഞ്ചസ് വല്ലതും വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും എന്താ പറയുക വീണ്ടും പെട്ടെന്ന് വരുന്ന റെൻഡർ എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ കസ്റ്റമർ പ്രിഫറൻസ് വല്ലതും നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ്. അപ്പോൾ നമ്മൾ റെൻഡർ ഔട്ട് ചെയ്ത ഫയലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിപ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തു, വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഒരു DJ ബീറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മാക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന കാര്യങ്ങളിലുപരി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ 50,000 രൂപയ്ക്ക് എഡിറ്റിംഗ് ഒക്കെ ലാപ്പിന് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കൊരു 70,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എഡിറ്റിങ്ങിന് ഒരു PC ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എഡിറ്റിംഗ് എന്നാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് വിൻഡോസ് ബേസ്ഡ് മാത്രമല്ല നിങ്ങൾക്ക് മാക്ക് ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ യൂസ്ഡ് മാക്ബുക്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പലർക്കും നമ്മൾ എന്താ പറയുക കൊച്ചിയിലും അതേപോലെ തന്നെ കാലിക്കറ്റൊക്കെ നിങ്ങൾക്ക് മാക്കുകൾ കിട്ടും. അതും ഇതൊരു യൂസ്ഡ് മാക്ക് ആയിരുന്നു, 2015 മോഡലാണ്. ഇതുപോലത്തെ ഒരു മാക്കൊക്കെ നിങ്ങൾ എടുക്കണമെങ്കിൽ 50,000 തൊട്ട് 55,000 രൂപ വരെയൊക്കെ ആവുന്നുള്ളൂ. ഇത് നല്ലൊരു സ്പെക്കുമാണ്. നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ വീഡിയോസ് FCPയിൽ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ പ്രീമിയറും നമ്മൾ അഡോബിൻ്റെ കൂടുതൽ സോഫ്റ്റ്വെയർസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാക്കിനെക്കാളും വിൻഡോസ് ബേസ്ഡ് ആയിരിക്കും പറയുക. പക്ഷേ FCP ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാക് യൂസറായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആണ് ഫോർ ദ പ്രൈസ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതും ഇതുവരെ കണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളോട് ഇനിയും എത്തിക്കാൻ ഡു പ്രസ് ദ ബെൽ ബട്ടൺ. ഇവിടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് സൈനിങ്.